നിയമസഭയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമായ എല്ലാറ്റിനെയും ഞങ്ങൾ അനുകൂലിക്കും. കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കുക എന്നതിനല്ല മുൻതൂക്കം കൊടുക്കുക. ആദ്യഘട്ടത്തിൽ അവരുടെ പ്രവർത്തനം വീക്ഷിക്കുകയാണ് ചെയ്യുക എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ കടുത്തതാണ്. നമ്മുടെ നാടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നയമെന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയൊരു നിലയാണ് ഇക്കഴിഞ്ഞ നിയമസഭയിലുണ്ടായത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ കണ്ടത്. നാം കാണേണ്ടത് നിയമസഭയ്ക്ക് നിയമസഭയുടേതായ നടപടിക്രമങ്ങളുണ്ട്. വ്യക്തമായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ധനകാര്യ ബിൽ സഭയിൽ പാസ്സാക്കുന്ന നിലയുണ്ടായത്. പുതുക്കിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ നിയമസഭയിൽ വന്നപ്പോൾ അതിൽ ധനകാര്യ ബില്ലുണ്ടായിരുന്നില്ല. അത് പിന്നീട് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ സഭയിലും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ കാര്യോപദേശ സമിതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചതും ഇതേ നില തന്നെയായിരുന്നു. കാരണം ബജറ്റ് പൂർണ്ണമായിട്ട് പാസ്സാക്കിയതാണ്. വലിയ മാറ്റമൊന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു നിലപാട് പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾ ഉത്തമ വിശ്വാസത്തിലെടുക്കുക ചെയ്തു. ഇപ്പോൾ ബജറ്റിൻ്റെ അവതരണത്തിന് ശേഷം സഭാ സമ്മേളനത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് മദ്യക്കമ്പനിക്കുള്ള നികുതി ഇളവിന് സാധൂകരണം നൽകാൻ വളരെ തിടുക്കപ്പെട്ട് ധനകാര്യ ബിൽ അജണ്ടയിൽ തിരികെ കയറ്റുന്നത്. സഭാ നടപടികളോട് നല്ല രീതിയിൽ സഹകരിക്കുക, പരമാവധി സഹകരിക്കുക, ആ സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. പക്ഷേ സഭയിൽ കണ്ട കാര്യം നിരന്തരം ഒന്നല്ല ഒന്നിനു പുറകെ ഒന്നായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുക, ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായ ദിവസമാണ് സഭ അവസാനിച്ച ദിവസം. ഇവിടെ ക്രമരഹിതമായും പാർലമെൻ്ററി നടപടികൾക്ക് വിരുദ്ധമായും ധനകാര്യ ബിൽ
ധൃതി പിടിച്ച് പാസ്സാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ നിയമസഭാ കലണ്ടറിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. കാര്യോപദേശ സമിതി അംഗീകരിച്ച സമയക്രമത്തിലും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ തികച്ചും നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഭാ നടപടികൾ ധനകാര്യ ബിൽ അവസാന ഘട്ടത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒളിച്ചു കടത്തലാണ് ഉണ്ടായത്. KGST നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ചില മദ്യക്കമ്പനികളെ സഹായിക്കുക, ഇതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം. ഇതിനെയാണ് ക്രോം പ്രശ്നത്തിലൂടെ പ്രതിപക്ഷം എതിർത്തത്. സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞ് മാത്രമാണ് നികുതി നിർദ്ദേശങ്ങളുള്ള ഫിനാൻസ് ബിൽ സാധാരണഗതിയിൽ പാസ്സാക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ സബ്ജക്റ്റ് കമ്മിറ്റി ചേരാൻ സമയം പോലും നിശ്ചയിച്ചില്ല. സഭാ സമ്മേളനം ഇത്തരമൊരു നികുതി നിർദ്ദേശത്തോടെയുള്ള ഫൈനാൻസ് ബില്ലാവുമ്പോൾ അതനുസരിച്ച് പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. അതിനും സർക്കാർ തയ്യാറായില്ല. ഒരു കാണാൻ കഴിയുന്ന കാര്യം, ഇത്തരമൊരു ബില്ല് പാസ്സാക്കാൻ അനാവശ്യമായ ധൃതിയും വാശിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയായിരുന്നു. ഇവിടെ വ്യക്തമാകുന്ന കാര്യം, മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിച്ചത്. വലിയ കടുംപിടുത്തമാണ് ഈ കാര്യത്തിലുണ്ടായത്. ഏത് മാർഗത്തിലൂടെയും ഈ പറയുന്ന മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകണമെന്ന വാശിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവിടെ ഈ ഇളവോടുകൂടി, നികുതി ഇളവോടുകൂടി വരാൻ പോകുന്ന കാര്യം സമൂഹത്തിലാകെ വൻതോതിലുള്ള മദ്യവ്യാപനം ഉണ്ടാകുമെന്നതാണ്. വില കുറഞ്ഞ രീതിയിൽ മദ്യം ലഭ്യമാകുന്ന നിലയാണുണ്ടാവുക. ഇവിടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നൊരു കാര്യം, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നത്, ബജറ്റിൽ ഇത്തരമൊരു നിർദ്ദേശം വന്നെങ്കിലും അത് UDF ആണ് അവസാന തീരുമാനമെടുക്കുക. UDFൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യം നടപ്പാക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. UDF വേണ്ടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളത് വേണ്ടെന്നും വെക്കും. ഇതെല്ലാം നിയമസഭയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ പ്രഹസനമാക്കി മാറ്റുന്ന നിലയാണുണ്ടായത്. നൽകിയ ഉറപ്പ്, പരസ്യമായി നൽകിയ ഉറപ്പ്, അതൊന്നും പാലിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് പിന്നീട് കണ്ടത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇതേ രീതിയിൽ ധനകാര്യ ബിൽ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ UDF ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത്? ഇത് നിയമസഭ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ കാണേണ്ട
ഒരു കാര്യം, ഇത്തരമൊരു കാര്യത്തിൽ സാധാരണ നിലക്ക് ഏതൊരു സർക്കാരും സ്വീകരിക്കുന്ന ഇന്നത്തെ കാലത്തെ ചില നടപടിക്രമങ്ങളുണ്ട്. അത് ഒന്ന് മന്ത്രിസഭയെ അറിയാമെന്നുള്ളതാണ്. അതിനു മുൻപ് ഇതുപോലൊരു പ്രധാന തീരുമാനമാകുമ്പോൾ ബന്ധപ്പെട്ട പാർട്ടികളിലും ചർച്ച ചെയ്യും. മുന്നണി സംവിധാനമാകുമ്പോൾ മുന്നണിയിലും ചർച്ച ചെയ്യും. എന്നാൽ ഇവിടെയൊന്നും ഒരു ചർച്ചയുണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെയെല്ലാം നേതൃത്വത്തിലിരിക്കുന്നവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടേയില്ല, മുഖ്യമന്ത്രി ഒഴികെ. അപ്പോൾ അത് വ്യക്തമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന്, വിവിധ മത സാമുദായിക സംഘടനകളിൽ നിന്ന്, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വന്നത്. പക്ഷേ അതൊന്നും വകവെക്കില്ല എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇന്നലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അത്തരമൊരു ഘട്ടം വന്നപ്പോൾ കണ്ടത് വല്ലാതെ അസ്വസ്ഥനായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കാണേണ്ട കാര്യം, സബ്ജക്റ്റ് കമ്മിറ്റി ഒഴിവാക്കി ധനകാര്യ ബിൽ പാസാക്കിയതിനെ ന്യായീകരിക്കാൻ ചില വിദണ്ഡവാദങ്ങൾ അണിനിരത്തിയതെന്താണ്? അതിലൊന്ന്, തൊട്ടു മുൻപത്തെ ബജറ്റിൽ ഇതേ രീതിയിൽ സബ്ജക്റ്റ് കമ്മിറ്റി കൂടിയിരുന്നില്ല എന്നൊരു ന്യായവാദം മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബജറ്റിൽ, ആ ഘട്ടത്തിൽ ഒരു പുതിയ നികുതി നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ മാത്രം സ്വീകരിക്കുന്ന നടപടി, അത്തരമൊരു നടപടിക്രമം നികുതി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ധനകാര്യ ബില്ലിന് എങ്ങനെയാണ് ബാധകമാവുക? ഈ വസ്തുത സൗകര്യപൂർവ്വം മറച്ചുവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യം അന്നത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നികുതി നിർദ്ദേശമില്ലാത്ത ധനകാര്യ ബില്ലും നികുതി നിർദ്ദേശമുള്ള ധനകാര്യ ബില്ലും അത് തമ്മിലുള്ള വ്യത്യസ്തതയുണ്ട്. അപ്പോൾ നികുതി നിർദ്ദേശമുള്ള ധനകാര്യ ബില്ല് എല്ലാ കാലത്തും സബ്ജക്റ്റ് കമ്മിറ്റിയുടെ മുൻപാകെ പോയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇവിടെ ബിവറേജസ് കോർപ്പറേഷന് മാത്രമേ കേരളത്തിൽ മദ്യവിൽപ്പനക്ക് അധികാരമുള്ളൂ. അവർക്ക് വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാൻ അനുമതി നൽകിയില്ലെങ്കിൽ എങ്ങനെ നികുതി ഇളവ് നൽകിയ മദ്യം വിൽക്കാൻ പറ്റും എന്നൊരു വിചിത്രവാദവും മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ ബിവറേജസ് കോർപ്പറേഷനോ സർക്കാരോ ഇങ്ങനെ മദ്യം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമായി പറയാൻ തയ്യാറാകുന്നില്ല. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ബിവറേജസ് കോർപ്പറേഷൻ ഇത് വിൽക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാണ് നികുതി ഇളവ് നൽകുന്നത്? എന്താണ് അതിൻ്റെ അടിയന്തര ആവശ്യം? മുൻകൂറായി ഇത്തരമൊരു നികുതി ഇളവ് നിയമത്തിൻ്റെ ഭാഗമായി പാസാക്കി വെക്കുകയാണല്ലോ. എന്തിനാണത്?
കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതാണോ നിയമനിർമ്മാണം? ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബക്കാർഡിക്ക് നിയമവിരുദ്ധമായി നികുതി ഇളവ് നൽകാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻകൈ എടുക്കുന്നു എന്നത് തന്നെയാണ്. നികുതി ഇളവിന് പിന്നിലെ അസാധാരണമായ ഫയൽ നീക്കത്തിലുണ്ടായ വേഗത അത് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. ഈ സഭാ സമ്മേളനത്തിൽ KGST നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വൻകിട മദ്യക്കമ്പനികളെ വഴിവിട്ട് സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനെല്ലാം പിന്നിലുണ്ടായിട്ടുള്ളത്. ഇതിനുവേണ്ടി നിയമനിർമ്മാണ സഭയെ ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശരിയായ നടപടിയല്ല. ഇതാണ് സഭാബഹിഷ്കരണത്തിലേക്ക് പ്രതിപക്ഷത്തെ എത്തിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 251% നിന്ന് 120% ഒറ്റയടിക്ക് വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ആർക്കു വേണ്ടിയാണത്? ഇതുകൊണ്ട് നാട്ടിനെന്താണ് ലാഭം? സർക്കാരിനെന്താണ് ലാഭം? നഷ്ടമല്ലേ ഉള്ളൂ. എന്നാൽ അതേസമയം മദ്യക്കമ്പനിക്ക് നല്ല ലാഭം കൊയ്യാനും കഴിയും. ഇവിടെ ഭേദഗതി പാസ്സാക്കുകയും നികുതി നിരക്ക് വിജ്ഞാപനം ചെയ്യുകയും ചെയ്താൽ ഇതിൻ്റെ വിൽപ്പന നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയും. സ്വാഭാവികമായും വിൽക്കാൻ താല്പര്യമുള്ള മദ്യക്കമ്പനികൾക്ക് കോടതികളെ സമീപിക്കാൻ അവസരമുണ്ടാവില്ലേ? കോടതികളിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കില്ല എന്ന ഉറപ്പ് സർക്കാരിനുണ്ടോ? അങ്ങനെ അനുകൂല ഉത്തരവുകൾ നേടാൻ മദ്യക്കമ്പനികൾക്ക് ഇത് അവസരമുണ്ടാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള യുവതലമുറ വീര്യം കുറഞ്ഞ ഈ മദ്യത്തിൽ ആകൃഷ്ടരാകുന്ന അവസ്ഥ വന്നാൽ അത് പിന്നീട് വീര്യം കൂടിയ ലഹരിയിലേക്കും കടക്കുന്നതിനല്ലേ ഇടയാക്കുക. ഈ സാമൂഹ്യ വിപത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ സ്പിരിറ്റ് അധിഷ്ഠിതമായ മദ്യത്തിന് ഒരു നികുതി ഇളവും ഇതേവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു നികുതി ഇളവും LDF സർക്കാർ നൽകിയിട്ടില്ല. LDF സർക്കാർ ആലോചിച്ചത് തന്നെ പഴം, ധാന്യങ്ങൾ ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടി വൈന് അതിന് നികുതി ഇളവ് നൽകുന്ന കാര്യം ആലോചിച്ചിരുന്നു. അപ്പോൾ ഹോർട്ടി വൈനിൻ്റെയും ഹോർട്ടി ലിക്കറിൻ്റെയും തരത്തിലല്ല ഇപ്പോഴത്തെ സ്പിരിറ്റ് അധിഷ്ഠിത മദ്യം. അപ്പോൾ സ്പിരിറ്റ് അധിഷ്ഠിത മദ്യത്തിന് കൂടി ഈ ഹോർട്ടി വൈനിൻ്റെയും ഹോർട്ടി ലിക്കറിൻ്റെയും ഇളവിനെക്കുറിച്ച് അന്ന് ആലോചിച്ചത് ബാധകമാക്കാനാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇവിടെ നിയമസഭയിലെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. പ്രതിപക്ഷം ഈ വിഷയത്തെ പെരുപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ ചിലർ അവരോടൊപ്പം, ഇത് പ്രതിപക്ഷത്തോടൊപ്പം, അവരോടൊപ്പം വേറെ ചിലരും കൂടിയിട്ടുണ്ടെന്നും പരിഹാസപൂർവം മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആരാണ് ഈ വേറെ ചിലർ? നിങ്ങൾക്ക് നല്ലതുപോലെ അതറിയാലോ. പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്ക അംഗീകരിച്ച ഒരാൾ നേരത്തെ KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ VM സുധീരനാണ്. മറ്റൊരാൾ മുൻ MP TN പ്രതാപനാണ്.
നമുക്കറിയാം കെ.സി. വേണുഗോപാലും എക്സൈസ് മന്ത്രിയും തങ്ങളുടേതായ രീതിയിൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇന്നലെ പ്രസക്തമായ ഭാഗം സഭയിൽ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇന്നലെ സഭയിൽ വന്ന കാര്യങ്ങൾ എടുത്താൽ ഒരു തർക്ക വിഷയമല്ല, എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ് ആ എഗ്രിമെൻ്റ്. അത്തരമൊരു കാര്യത്തിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ 49% ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഷെയറിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കമ്പനി ഉണ്ടല്ലോ അവരുടെ, അദാനിക്ക് പല കമ്പനികളുണ്ടല്ലോ. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത അദാനി കമ്പനിയുണ്ട്. ആ അദാനി കമ്പനിയുടെ ഷെയർ മറ്റൊരു കൂട്ടർക്ക് കൈമാറുകയാണെങ്കിൽ അത് 25% കൂടുതലാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ളതാണ് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത് ഓണർഷിപ്പ് മാറ്റായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കാര്യം. എല്ലാ സർക്കാർ ഇക്കാര്യത്തിൽ അദാനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല. ഇതിന് മുൻകൂർ അനുമതി ഇല്ലാതെ നടപടികളിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. അത് നിരസിക്കേണ്ടതാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്. അതായത് ഇതുപോലൊരു കമ്പനി ഈ നടപടികളിലേക്ക് നീങ്ങി എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് തീർത്തും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ്. ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നീങ്ങാൻ എങ്ങനെ ധൈര്യം കിട്ടി? അപ്പോൾ ഏതോ തരത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതായത് അദാനിക്ക് ധാരാളം കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ അവരിഷ്ടം പോലെ അവരുടെ ഷെയർ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം അദാനിയെ കൺസെഷനായിട്ട് കാണുമ്പോൾ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 25%-ലധികം ഷെയർ മറ്റേതെങ്കിലും ആൾക്ക് കൊടുക്കുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് ഓണർഷിപ്പ് ചേഞ്ചായിട്ട് പരിഗണിക്കപ്പെടും. അതിന് മുൻകൂർ അനുമതി സംസ്ഥാന ഗവൺമെൻറ് ഇത് വേണം. ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്, അഗ്രിമെൻറ്റ് രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അത്തരമൊരു കാര്യം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടികൾ നീങ്ങിയിട്ടുള്ളത്. അതാണ് കാണേണ്ടത്. അല്ല, LDF സർക്കാരിൻ്റെ മുമ്പ് തന്നെ ഇത്തരം അഗ്രിമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ ഈ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കിയാൽ ഈ അദാനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. അത് നിയമവ്യവസ്ഥയുടെ ലംഘനം വന്നാൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. അത് സാധാരണഗതിയിൽ ടെർമിനൽ നോക്കിയാൽ ഇന്നത്തെ നിലയിൽ ഒരു ടെർമിനലാണല്ലോ നമ്മൾ നല്ല രീതിയിൽ വികസിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് ഇത് വികസിപ്പിക്കാൻ പോവുകയാണല്ലോ. ആ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കമ്പനികൾക്ക് ഇവിടെ വരാൻ സാധിക്കും. അവർക്കെല്ലാം പ്രത്യേകം ടെർമിനലുണ്ടാകും. വലിയ വികസനമല്ലേ വരാൻ പോകുന്നത്, ഇതിവിടെ നിൽക്കുകയല്ലോ. അപ്പോൾ ആ വൻപിച്ച വികസനം വരുന്ന ഘട്ടത്തിൽ ഈ MSCയെ പോലുള്ള ഒട്ടേറെ കമ്പനികൾ തന്നെ ഇങ്ങോട്ട് വരും. അവർക്ക് ചിലപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് തന്നെ ഒരു ടെർമിനൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെല്ലാമുള്ള സാധ്യതകളിലേക്കാണ് വിഴിഞ്ഞം പോകുന്നത്. അത് മുഴുവൻ തടയപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുക. അതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം അദാനി ഗ്രൂപ്പുമായിട്ടുള്ള കരാറാണ്. MSC നമ്മുടെ ചിത്രത്തിലില്ല. MSC ആയിട്ടുള്ള പ്രശ്നമല്ല ഇത് ഉന്നയിക്കുന്നത്. MSCക്കെതിരെ സർക്കാർ ഒരു കേസുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാലോ. മറ്റേ അപകടം ഉണ്ടായതിനെ പറ്റിയുള്ള കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ. അത് നിലനിൽക്കുന്നതും അത് പരിഹാരം കാണേണ്ട കാര്യമാണ്, അത് വേറെ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടല്ല ഇത് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ നിയതമായ നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചു പോകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തത വരുന്നു, അതിനെയാണ് എതിർക്കുന്നത്. MSC കമ്പനിക്ക് കരാർ ഇവിടെ വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? MSC കമ്പനി ഇപ്പോൾ വരട്ടെ, അവരുടെ കപ്പലുകൾ ഇവിടെ വരട്ടെ, നല്ലതുപോലെ വന്നോട്ടെ. പക്ഷേ നമ്മൾ കാണേണ്ടത് MSC കമ്പനി മാത്രമല്ല, ലോകത്ത് വലിയ കപ്പൽ കമ്പനി ലോകത്തുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്കിപ്പോൾ ഉള്ള ടെർമിനൽ, വികസിപ്പിച്ച ടെർമിനൽ അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ അവിടെ നിൽക്കാനല്ല പോകുന്നത്. ഭാവിയിൽ മറ്റ് ടെർമിനലുകൾ നമ്മൾ വികസിപ്പിക്കും. അതിനുള്ള പരിപാടികളാണ് ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതാണ് അദാനി അടക്കം സമ്മതിച്ചിട്ടുള്ള കാര്യവും. അതിൽ നിന്ന് മാറിപ്പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും സതുദ്ദേശത്തോടെയുള്ളതാണെന്ന് കാണാൻ പറ്റില്ല. അതാണ് വലിയ തോതിലുള്ള അഴിമതിക്കുള്ള സാധ്യതയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വല്ലാത്ത ദുരൂഹത നിലനിൽക്കുകയാണ്. അതാണ് നാം കാണേണ്ടത്.
ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതിനെതിരെയുള്ള ശക്തമായ നടപടികൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ മറ്റു തരത്തിൽ ആലോചിക്കും. മദ്യത്തിൻ്റെ വീര്യം പോലെ എതിർപ്പിന് വീര്യക്കുറവും ഉണ്ടോ എന്നറിയില്ല. ഇവിടെ ഏതായാലും അവരും അവരുടെ ആശങ്ക വ്യക്തമാക്കിയതാണ് ഞാൻ കണ്ടത്. ഇപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പം ഞങ്ങൾ തന്നെ കാണിച്ചൊരു രീതിയിൽ ഒരു ഗവൺമെൻറ് പുതുതായിട്ട് വന്നു. അപ്പോൾ ആദ്യമേ തന്നെ ശക്തമായിട്ടൊരു അഭിപ്രായത്തിലേക്ക് പോകില്ലല്ലോ. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യോപദേശ സമിതിയുടെ മുന്നിൽ വന്നത് പ്രധാനപ്പെട്ട നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ തന്നെയാണ്. നേരത്തെയുള്ള അതേ മട്ടിൽ കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഒരു ഫൈനാൻസ് ബില്ല് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ള മട്ടിലേ വന്നുള്ളൂ. പക്ഷേ നികുതി നിർദ്ദേശത്തിൻ്റെ കാര്യം പിന്നീടാണ് വരുന്നത്. അധിക നികുതി കാര്യങ്ങളൊന്നും ഇല്ല. അധിക നികുതി ഇല്ലാത്തതുകൊണ്ടല്ലേ കഴിഞ്ഞ തവണത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫൈനാൻസ് ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകാതിരുന്നത്. അപ്പോൾ അധിക നികുതിയൊന്നും വേറെ മറ്റൊന്നും വരാനില്ല. നേരത്തെ ഉള്ളതിൽ ഞങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞങ്ങളെടുത്ത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യോജിക്കുകയാണ് ചെയ്തത്. ധനവിനിയോഗ ബില്ലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയല്ലോ നേരത്തെ തന്നെ. ഈ കാര്യം വരുന്നില്ല എന്നല്ലേ എന്ന് പറഞ്ഞത്. ഞങ്ങൾ പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല. പഴയ അതേ നില തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മളെല്ലാം പാസ്സാക്കിയതല്ലേ. ഇനി വീണ്ടും എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകേണ്ടതില്ലല്ലോ. ഞങ്ങളതിനോട് യോജിക്കുകയാണ് ചെയ്തത്. സർക്കാരും സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും പറയുന്ന കാര്യം ആദ്യമേ തന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഓരോന്നും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ് ശരി. അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അനുഭവത്തിൽ അത് ശരിയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അന്നേരം അങ്ങനെ ഒരു തോന്നലില്ല. അതാണ്. അതെല്ലാം കാലത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണല്ലോ. ഏതായാലും 2-3 മാസം ഞങ്ങൾ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അല്ല, ഞങ്ങൾക്കതിൽ പ്രത്യേക നിലപാടിൻ്റെ കാര്യമൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരു നിയമവിദഗ്ധനെ സാധാരണ വെക്കാറുണ്ട്. ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ആളെ വെക്കാറുണ്ട്. ഞങ്ങളൊരാളെ നിർദ്ദേശിച്ചതായിരുന്നു ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള. അത് ഗവർണർ പ്രത്യേകമായ കാരണങ്ങളാൽ, എന്താ കാരണമെന്ന് ഒരു തരത്തിലും വ്യക്തമല്ല, തീർത്ത ദുരൂഹമായിട്ട് തന്നെ ആ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വേറൊരാളെ പറഞ്ഞിരിക്കുന്നു, അത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു. അതിനോട് ഞങ്ങൾക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ ഇടയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവരാണ് വ്യക്തമാക്കേണ്ടത്. അതെ, അതവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്, ഞങ്ങളല്ല വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾക്കതിൽ പ്രത്യേകമായ നിലപാടില്ല.